ഹലോ ഗൈസ്, വെൽക്കം ടു മല്ലു സ്റ്റോറി ടെല്ലർ. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ ഒരു കിടിലൻ ആക്ഷൻ ത്രില്ലർ സിനിമയായ മങ്കിമാനെ കുറിച്ചാണ്. ഒരു ഇന്ത്യൻ ജോൺ വിക്ക് പടം എന്ന് പറയാവുന്ന തികച്ചും ആക്ഷനും മ്യൂസിക്കിനും പ്രാധാന്യം നൽകിയ പടമാണിത്. ഹോളിവുഡ് സിനിമയാണെങ്കിലും ഈ പടത്തിലെ പ്ലോട്ട് നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. കൂടുതൽ താമസിയാതെ നമുക്ക് പടത്തിന് കഥയിലേക്ക് കടക്കാം. പടത്തിന് തുടക്കത്തിൽ ഒരു അമ്മ തൻ്റെ മകന് ഹനുമാന്റെ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നത് കാണാം. അവിടുന്ന് കട്ട് ചെയ്ത് നേരെ കാണിക്കുന്നത് ഒരു ഫൈറ്റ് ക്ലബ് സെറ്റപ്പാണ്. ചുറ്റും ആളുകൾ നിന്ന് ആർപ്പ് വിളിക്കുന്നതും ഫൈറ്റ് റിങ്ങിൽ രണ്ടുപേർ നിന്ന് തല്ലുകൂടുന്നതും എല്ലാവരും കിങ് കോബ്ര എന്ന് വിളിക്കുന്നുമുണ്ട്. ഈ കിങ് കോബ്ര തൻ്റെ എതിരാളിയെ തല്ലി നിലംപരിശാക്കി ആ ഫൈറ്റിൽ വിജയിക്കുന്നു. ആ തല്ലുകൊണ്ട് വീണതാണ് നമ്മുടെ കഥാനായകൻ. ഇവൻ്റെ ഫൈറ്റ് ക്ലബിലെ പേരാണ് മങ്കിമാൻ. അങ്ങനെ ആ ഫൈറ്റ് അവസാനിച്ചപ്പോൾ ഇവരുടെ ഹെഡായ ടൈഗർ എന്ന് വിളിക്കുന്ന ആൾ വന്ന് വിജയുടെ കൈ ഉയർത്തി അവനെ പ്രശംസിക്കുന്നു. നമ്മുടെ മങ്കിമാൻ നേരെ റൂമിലേക്ക് ചെല്ലുന്നു. അവിടുന്ന് അവൻ ടൈഗറിനോട് പറയുന്നു തൻ്റെ പേയ്മെൻറ്റ് കൂട്ടിത്തരണമെന്ന്. അപ്പോൾ അയാൾ പറയുന്നു, നിന്റെ പെർഫോമൻസ് പോരാ, നിനക്ക് പേയ്മെൻറ്റ് കൂട്ടിത്തരണമെങ്കിൽ നീ ഒരുപാട് ചോര തുപ്പുന്നവരെ ഫൈറ്റ് ചെയ്യണം. ഇത് കേട്ട് അവൻ അവിടുന്ന് പോകുന്നു. അവനൊരു ബാറിലിരിക്കുമ്പോൾ ഒരു കുട്ടി അവിടേക്ക് വരുന്നു. അവന് കുറച്ച് പൈസ കൊടുക്കുന്നു. ഈ കൊച്ച് ക്യൂനി എന്ന ഒരു ലേഡിയെക്കുറിച്ച് അവൻ നിരീക്ഷിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അവൾ എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നീ കാര്യങ്ങളെല്ലാം അവൻ അറിയുന്നു. അവൻ പറയുന്നുണ്ട് അവൾ രാവിലെ ഒരു കഫേയിൽ സ്ഥിരമായി പോകുന്നുണ്ടെന്ന്. ഇത് കേട്ട് നമ്മുടെ നായകൻ ഒരു കള്ളനെ ഏർപ്പാടാക്കി അവളുടെ ബാഗ് മോഷ്ടിപ്പിക്കും. എന്നിട്ട് ഈ ബാഗും കൊണ്ട് അവൻ അവളുടെ ഹോട്ടലിലേക്ക് പോകും. അവിടെ വെച്ച് ഇവൻ ഇത് കണ്ടുപിടിച്ചതിന് പ്രത്യുപകാരമായി ഇവിടെ ഈ ഹോട്ടലിൽ തനിക്കൊരു ജോലി തരണമെന്ന് അവളോട് പറയും. അപ്പോൾ അവൾ പറയും, ഇത് കിങ്സ് ഹോട്ടലാണ്, ഞങ്ങൾ സ്ട്രീറ്റ്സിൽ നിന്ന് ആൾക്കാരെ എടുക്കാറില്ല. അപ്പോൾ അവൻ തൻ്റെ കൈ കാണിച്ചിട്ട് പറയും, നിങ്ങൾ തരുന്ന ഏത് ജോലിയും ഒരു കംപ്ലൈൻറ്റും കൂടാതെ ഞാൻ ചെയ്യാം. അങ്ങനെ അവനൊരു ജോലി അവിടെ കൊടുക്കുന്നു. ഇവൻ്റെ ഉദ്ദേശം എന്തെന്നാൽ ഈ ക്യൂനിയുടെ ഭർത്താവിനെ കൊല്ലുക എന്നതാണ്. ഇവർ തമ്മിൽ ഒരു പഴയ പ്രതികാര കഥയുണ്ട്. അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാം. അങ്ങനെ നമ്മുടെ കഥാനായകൻ അവിടെ ജോലി ചെയ്യുന്നു. ഈ സമയത്ത് അൽഫോൻസോ എന്ന ഒരാളെ അവൻ പരിചയപ്പെടുന്നു. ഈ അൽഫോൻസോ ഇവനോട് പേര് ചോദിക്കുമ്പോൾ ഇവൻ തൻ്റെ പേര് ബോബി എന്ന് പറയുന്നു. നമുക്ക് ഇനി തൊട്ട് നമ്മുടെ കഥാനായകനെ ബോബി എന്ന് വിളിക്കാം. അത് കഴിഞ്ഞ് തൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു തോക്ക് ഇവൻ സംഘടിപ്പിക്കുന്നു. പക്ഷേ സെക്യൂരിറ്റി ചെക്ക് കാരണം ഇവന് ഈ തോക്ക് ആ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം ബോബി മനസ്സിലാക്കുന്നു അൽഫോൻസോയ്ക്ക് അവിടെ നല്ല പവർ ഉണ്ടെന്ന്. അതായത് അവന് ആ ഹോട്ടലിൻ്റെ എവിടെ വരെയും കയറി ചെല്ലാം. ഇത് മനസ്സിലാക്കിയ ബോബി അൽഫോൻസോയോട് തനിക്ക് VIP വരുന്ന ഹോട്ടൽ ഏരിയയിലേക്ക് ജോലി തരുമോ എന്ന് ചോദിക്കുന്നു. ഇതിന് പകരമായി ബോബി പറയുന്നു, ഇന്ന് രാത്രി നീ ഫൈറ്റ് ക്ലബിൽ വന്ന് ഖാൻ എന്ന് പറയുന്ന ആൾക്ക് നേരെ ബെറ്റ് വെച്ചാൽ നിനക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാം എന്ന് പറയുന്നു. അപ്പോൾ അൽഫോൻസോ ചോദിക്കുന്നു, നിനക്കിത് എങ്ങനെ അറിയാമെന്ന്. അപ്പോൾ ബോബി പറയുന്നു, ഞാനാണ് അവനെതിരെ ഇന്ന് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ അൽഫോൻസോ ആ ഫൈറ്റ് ക്ലബിൽ എത്തുകയും ബോബി പറഞ്ഞ പോലെ ബെറ്റ് വെച്ച് അവിടുന്ന് കൂടുതൽ പൈസ ഉണ്ടാക്കുകയും ചെയ്യും. ഇതുകൊണ്ട് അൽഫോൻസോ ബോബിക്ക് VIP വരുന്ന ഹോട്ടൽ ഏരിയയിലേക്ക് ജോലി നൽകും. ആ VIP റൂമിൽ ഒരുപാട് പ്രശസ്തരുണ്ട്. ഇവർ പെണ്ണിന് വേണ്ടിയും കഞ്ചാവിന് വേണ്ടിയുമാണ് അവിടെ വന്നിരിക്കുന്നത്. സ്ത്രീകളെ ഇങ്ങനെ ഉപയോഗിക്കുന്നത് കണ്ട് ബോബിക്ക് ഭയങ്കര ദേഷ്യം വരുന്നു. ഇവൻ അതൊന്നും കണ്ടു നിൽക്കാതെ നേരെ ഹോട്ടലിൻ്റെ താഴേക്ക് പോകുന്നു. ആ ഹോട്ടലിൻ്റെ ബാക്ക് റൂം നേരെ ഒരു സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. അവൻ അവിടെ പോയി ഇരിക്കുന്നു. പെട്ടെന്ന് ഒരു നായക്കുട്ടി അവൻ്റെ അടുത്തേക്ക് വരുന്നു. ഇവൻ അതിന് ഭക്ഷണം കൊടുക്കും. ഈ സമയം അവിടെ സെക്സ് വർക്ക് ചെയ്യുന്ന ഒരുത്തി, ഈ സിനിമയിലെ ഹീറോയിൻ കഥാപാത്രം എന്ന് പറയാം, ഇവൾ വന്ന് അവനോട് പറയും, ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ നീ പലതും കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും. അതുപോലെ ഈ നായക്കുട്ടിയെ തീറ്റിക്കുന്നത് നിർത്തിയില്ലെങ്കിൽ അത് പിന്നെയും ഭക്ഷണം അന്വേഷിച്ച് ഇങ്ങോട്ട് തന്നെ വരും. എന്നാൽ ഇവൻ ഓരോ ദിവസവും കഴിയുന്തോറും ആ നായക്കുട്ടിക്ക് കൂടുതൽ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ആ പട്ടിക്കുട്ടി ദിവസവും ആ ഹോട്ടലിലേക്ക് വരും. അങ്ങനെ ഒരു ദിവസം ഇവൻ തൻ്റെ തോക്ക് ആ നായക്കുട്ടിയുടെ കഴുത്തിൽ കെട്ടിത്തൂക്കും. എന്നിട്ട് ഹോട്ടലിൻ്റെ അകത്ത് കയറി പിന്നാമ്പുറത്തുകൂടെ ആ നായക്കുട്ടിയെ വിളിക്കും. അങ്ങനെ അവന് ആ തോക്ക് ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറ്റും. അങ്ങനെ ആ ദിവസം രാത്രി VIP റൂമിൽ വെച്ച് തൻ്റെ ഇരയായ റാന എന്ന് പറയുന്ന പോലീസുകാരനെ കാണുന്നു. സംഭവം എന്തെന്നാൽ ഇയാളും ഇയാളുടെ പോലീസുകാരും ചേർന്ന് പണ്ട് ബോബി ചെറുപ്പമായിരിക്കുമ്പോൾ ബാബാ ശക്തി എന്ന് പറയുന്ന ഒരു ലീഡറിൻ്റെ ആജ്ഞയ്ക്കനുസരിച്ച് ബോബിയുടെ അമ്മയും അവൻ്റെ ഗ്രാമത്തിലെ
സകലരെയും ഒരു കാട്ടിൽ നിന്ന് കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടി അവരെ ചുട്ടുകൊന്നിട്ടുണ്ട്. ഇതിന് പ്രതികാരം ചോദിക്കാനാണ് ബോബി നടക്കുന്നത്. അവിടെ വെച്ച് ബോബി റാണയ്ക്ക് ഹെറോയിനാന്ന് പറഞ്ഞ് ബ്ലീച്ച് പൗഡർ കലർത്തിയ ഒരു മരുന്ന് കൊടുക്കും. ഇവനത് വലിച്ചു കയറ്റിയപ്പോൾ മൂക്കിൽ നിന്ന് ചോര വരാൻ തുടങ്ങും. ഇവൻ അവിടെയുള്ള ബാത്റൂമിലേക്ക് പോകും. അവിടെ വെച്ച് ബോബി തന്റെ തോക്കെടുത്ത് റാണയ്ക്ക് നേരെ നീട്ടും. എന്നിട്ട് പറയും ഇതെന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ ആ തോക്കിൻ മുന്നിൽ നിന്ന് അവൻ രക്ഷപ്പെടും. പിന്നെ നടക്കുന്നത് ഒരു കിടിലൻ ആക്ഷൻ ഫൈറ്റ് സീക്വൻസ് ആണ്. ബോബിക്ക് റാണയുടെ മുഖത്ത് ഒരു ചെറിയ മുറിവുണ്ടാക്കാനേ സാധിച്ചുള്ളൂ. അവനെ കൊല്ലുന്നതിന് മുമ്പ് മറ്റ് ഗാർഡ്സും അങ്ങോട്ടേക്ക് വരും. ഇവൻ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടും. വഴിയിൽ വെച്ച് പോലീസുകാർ ഇവനെ പിടിക്കും. എന്നാൽ ഇവൻ അവരെ കൊന്ന് അവരിൽ നിന്ന് രക്ഷപ്പെടും. അവസാനം പല മുറിവുകളോടും കൂടി ഒരു കനാലിലേക്ക് ഇവൻ എടുത്തു ചാടും. ഒരു 10-15 മിനിറ്റ് നീളുന്ന ഒരു ഫൈറ്റും ചേസിങ്ങുമാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഒരു ടെമ്പിളിലാണ് ഇവൻ ഉള്ളത്. ബോബി നോക്കുമ്പോൾ കുറച്ച് ഹിജറകളാണ് അവനെ രക്ഷപ്പെടുത്തിയത്. അതിൽ അവരുടെ ലീഡറായ ഒരാൾ പറയും, കുറച്ച് ദിവസം ഇവിടെ കഴിഞ്ഞോ, ഇവിടെ നിന്നെ തിരക്കി ആരും വരില്ല. ഈ സമയം നേരത്തെ പറഞ്ഞില്ലേ, ബാബാശക്തി എന്നയാൾ റാണയെ വിളിക്കും. എന്നിട്ട് പറയും ആ പയ്യനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അവനെ വെറുതെ വിട്ടാൽ ഭാവിയിൽ അത് വലിയൊരു പ്രശ്നമായി തീരും. ഇത് കേട്ട് റാണ നാട് മുഴുവൻ അവന് വേണ്ടി തെരച്ചിൽ തുടങ്ങും. ഈ സമയത്ത് ബോബി പതിയെ ആ ഹിജറകളുടെ കൂടി അവരുടെ ഓരോ സന്തോഷങ്ങളിൽ പങ്കെടുക്കും. ഈ സമയം അതിലെ ആ ലീഡർ വന്ന് ബോബിക്ക് ഒരു മരുന്ന് കുടിക്കാൻ കൊടുക്കും. എന്നിട്ട് പറയും ഇത് നിന്റെ മനസ്സിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അറുതി വരുത്തും. അവനത് കുടിക്കും. അപ്പോഴാണ് ബോബിയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ബാബാശക്തിയും റാണയും മറ്റു പോലീസുകാരും വന്ന് അവരുടെ ഗ്രാമം നശിപ്പിക്കുന്നതും അവൻ്റെ അമ്മയെ ആ റാണ കൊല്ലുന്ന സീനും. ഇത് കഴിഞ്ഞ് പിറ്റേന്ന് മുതൽ ബോബി പതിയെ ഫൈറ്റ് ചെയ്യാൻ നന്നായി ട്രെയിൻ ചെയ്യും. ഈ സമയത്ത് ആ ഇജറകളുടെ കൂട്ടത്തിൽ ഒരാളെ ഈ ബാബാശക്തിയുടെ ആളുകൾ തല്ലിക്കൂട്ടും. ഈ ടെമ്പിൾ ഒരിക്കലും നിങ്ങളുടേതല്ല എന്ന് പറഞ്ഞാണ് അയാളെ തല്ലിയത്. ബാക്കിയുള്ളവർ ഇത് കണ്ട് നമ്മളിനി എന്ത് ചെയ്യും എന്ന് ലീഡറിനോട് ചോദിക്കും. അപ്പോൾ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ ആ ഹെഡ് നമ്മുടെ ബോബിയെ നോക്കും. ഇവൻ അന്ന് രാത്രി ആ ടെമ്പിളിലെ ഒരു പെട്ടി തുറന്ന് അവിടുന്ന് കുറച്ച് പൈസയും എടുത്തുകൊണ്ട് പോകും. നേരെ ചെല്ലുന്നത് ഫൈറ്റ് ക്ലബിലേക്കാണ്. അപ്പോൾ ഒരു ചെറുക്കൻ വന്ന് തൻ്റെ കയ്യിലുള്ള പൈസ മൊത്തം വെച്ച് മങ്കിമാന് നേരെ ബെറ്റ് വെക്കും. അങ്ങനെ ബോബി മങ്കിമാനെ അവിടെ ഫൈറ്റിനെത്തും. ആദ്യത്തെ ഫൈറ്റ് ആ പഴയ കിങ് കോബ്ര ആയിട്ടാണ്. ബോബി ഒറ്റ കിക്കിൽ അവനെ ബോധം കെടുത്തും. ഇത് കണ്ട് ചുറ്റുമുള്ള ആളുകൾ അത്ഭുതപ്പെട്ടു നിൽക്കും. ഈ സമയം ടൈഗർ വന്ന് നീ എന്താടാ ചെയ്യുന്നത് എന്ന് ചോദിക്കും. എന്നിട്ട് അവൻ അടുത്ത ഫൈറ്ററെ കൊടുക്കും. ഇവൻ അവനെയും അടിച്ച് നിലംപരിശാക്കും. ഇത് കണ്ട് ചുറ്റും നിന്ന ആളുകൾ അവൻ്റെ ഫാനാകും. പെട്ടെന്ന് മങ്കിമാൻ എന്നെല്ലാവരും ഹാർപ്പ് വിളിക്കും. ഇത് കണ്ട് ടൈഗർ വന്ന് അവനെ വിജയിയായി പ്രഖ്യാപിക്കും. അവിടുന്ന് കിട്ടിയ പൈസ അവൻ ആ ഹിജറകൾക്ക് കൊടുക്കും. കൂടെ ഒരു കുറിപ്പും ഉണ്ടാകും. ആ കുറിപ്പിൽ ഇങ്ങനെ എഴുതിയിരിക്കും, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തെളിയിക്കേണ്ട സമയം എത്തിയിരിക്കുന്നു. പിറ്റേന്ന് ദീപാവലി ആയിരുന്നു. അത് കഴിഞ്ഞാണ് ഇലക്ഷൻ ഡേ. ആ ദീപാവലിയുടെ യാത്രയിൽ ബാബാശക്തിയും റാണയും മറ്റു പാർട്ടിക്കാരും ആ കിങ്സ് ഹോട്ടലിൽ ഒരു മീറ്റിംഗ് വെക്കും. ഈ സമയം ബോബി അവിടെ എത്തും. പിന്നെ നടക്കുന്നത് മുഴുവൻ കിടിലൻ ആക്ഷൻ രംഗങ്ങളാണ്. ഇവൻ ഗാർഡ്സുകളെല്ലാം ഫൈറ്റ് ചെയ്ത് ഈ VIP-കളുള്ള റൂമിലേക്ക് ലിഫ്റ്റിലെത്തും. അപ്പോഴേക്കും ബാബാശക്തിയെ മറ്റൊരു പ്രൈവറ്റ് റൂമിലേക്ക് മാറ്റും. അവിടെ കുറെ ഗാർഡ്സ് ഉണ്ടാകും. ഇവൻ അവരെല്ലാം ഫൈറ്റ് ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ പെട്ടെന്ന് ആ പഴയ ഹീജറകളെല്ലാം അങ്ങോട്ടേക്ക് വരും. ഇവർ അവനെ ഫൈറ്റിന് സഹായിക്കും. പിന്നെ നടക്കുന്നത് കിടിലൻ ആക്ഷൻ രംഗങ്ങളാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ആ ക്യൂനിയെ മറ്റേ ആ പഴയ പെണ്ണ് വന്ന് തലക്കടിച്ചു കൊല്ലും. ബോബി വന്ന് ക്യൂനിയുടെ വിരൽ മുറിച്ചെടുക്കും. എന്നിട്ട് ലിഫ്റ്റിൽ കയറി നേരെ മുകളിലേക്ക് ചെല്ലും. മുകളിലെത്തുമ്പോൾ അവൻ റാണയെ കാണും. പിന്നെ ഇവർ തമ്മിലുള്ള ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് ഫൈറ്റ് ആണ്. അവിടെ വെച്ച് റാണയെ ബോബി അടിച്ചു കൊല്ലും. എന്നിട്ട് മറ്റേ പെണ്ണിന്റെ ഫിംഗർ ഉപയോഗിച്ച് ബോബി ബാബാശക്തിയുടെ പ്രൈവറ്റ് റൂമിലേക്ക് ചെല്ലും. ഈ ബാബാശക്തി ഇവനെ കണ്ടതും ഇവനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങും. ദേഷ്യം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നും പറഞ്ഞ് അവന്റെ അടുത്തേക്ക് പതുക്കെ നടന്നു നീങ്ങും. ഈ സമയം ഒരു ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് വരും. ബാബാശക്തി തനിക്ക് പോകാനുള്ള വണ്ടി എത്തി എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലുള്ള ഒരു ആയുധം ഉപയോഗിച്ച് ബോബിയെ കുത്തും. ഇവൻ പെട്ടെന്ന് നിലത്ത് വീഴും. പക്ഷേ അവൻ ആ ആയുധം ഊരിയെടുത്ത് തിരിച്ച് ബാബാശക്തി അവൻ കുറെ പ്രാവശ്യം കുത്തും. അപ്പോൾ അയാൾ രക്തത്തിൽ കുളിച്ചുകൊണ്ട് പറയും, എന്നെ രക്ഷിക്ക്, നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം, ഈ നാടിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്നൊക്കെ പറയും. ഇത് കഴിഞ്ഞ് അയാൾ മരിക്കും. തുടർന്ന് ബോബിയുടെ ഒരു ക്ലോസപ്പ് ഷോട്ടോടെ പടം അവസാനിക്കും. എങ്ങനെയുണ്ടായിരുന്നു ഗായ്സ് ഈ പടം? ആക്ഷൻ പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഈ പടം കാണേണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമകളെക്കുറിച്ച് അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.